വീണ്ടും കിട്ടിയ അവസരം മുതലാക്കുകയാണ് നരേന്ദ്രമോദി. അതെ, രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് വീണ്ടും എത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി. റായ്ബറേലിയെ ഉപേക്ഷിച്ച സോണിയ മണ്ഡലം തന്റെ മകന് കൈമാറിയിരിക്കുകയാണെന്നും ഇത്രയും കാലം റായ്ബറേലിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു പാർട്ടി പ്രവർത്തകനെ പോലും കോൺഗ്രസിന് അവിടെ സ്ഥാനാർത്ഥിയാക്കാനില്ലേ എന്നുമാണ് മോദിയുടെ പരിഹസിച്ചുള്ള ചോദ്യം. മോദിയുടെ പരാമർശം ഇങ്ങനെയാണ്: കോവിഡിന് ശേഷം ഒരിക്കൽ പോലും റായ്ബറേലിയിൽ സോണിയാഗാന്ധി വന്നിട്ടില്ല. ഇപ്പോൾ മകനു വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചു വന്നിരിക്കുകയാണ്. റായ്ബറേലിയെ കുടുംബ സ്വത്താണെന്നാണ് അവർ കരുതുന്നത്. വയനാട്ടിൽ നിന്ന് റായ്ബറേലിയിലേക്ക് ഓടിയെത്തിയ കോൺഗ്രസ് രാജകുമാരൻ ഇത് എന്റെ അമ്മയുടെ സീറ്റാണെന്നാണ് ഇപ്പോൾ എല്ലാവരോടും പറഞ്ഞു നടക്കുന്നത്. തന്റെ അച്ഛൻ പഠിച്ച സ്കൂളിൽ പോയി ഒരു 8 വയസ്സുകാരൻ പോലും പറയില്ല ഇതെന്റെ സ്കൂളാണെന്ന്. ഈ കുടുംബാധിഷ്ഠിത പാർട്ടികളിൽ നിന്നും ജംഷഡ്പൂരിനെ രക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് മോദിയുടെ വാക്കുകൾ. നേരത്തെ സോണിയ രാജ്യസഭയിലേക്ക് മത്സരിച്ചതിനെ മോദി വിമർശിച്ചിരുന്നു. ചില ആളുകൾക്ക് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പോലും ധൈര്യമില്ലെന്നും അതുകൊണ്ടാണ് രാജ്യസഭയിലേക്ക് മത്സരിച്ചതെന്നുമായിരുന്നു മോദി പറഞ്ഞത്. അതേസമയം കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രചരണത്തിനായി സോണിയാഗാന്ധി റായ്ബറേലിയിൽ എത്തിയത്. തന്നോട് കാണിച്ച അതേ വാത്സല്യം റായ്ബറേലിയിലെ ജനങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും മകനെ വിശ്വസിപ്പിച്ച് ഏൽപ്പിക്കുകയാണെന്നുമായിരുന്നു സോണിയ പറഞ്ഞത്. ഏതായാലും ഇത്തവണ കോൺഗ്രസിന് അനുകൂലമാണ് പല കാര്യങ്ങളും. അത് മോദി ഭയക്കുന്നുമുണ്ട്. എന്നാൽ 400 സീറ്റ് വിട്ട് മോദിക്കൊരു കളിയുമില്ല. അതിൽ ഉറച്ചു നിൽക്കുകയാണ് നരേന്ദ്രമോദി. 400 സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്ന ആത്മവിശ്വാസവുമായി പലതവണയാണ് ഓരോ റാലിയിലും മോദി എത്തിയത്. വോട്ടെടുപ്പിന്റെ ആദ്യ 3 ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ട്രെൻഡ് വ്യക്തമാണ് എന്നാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. 400 നേടുമെന്ന് പറഞ്ഞത് കേവലം മുദ്രാവാക്യം എന്ന നിലയിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ഏകദേശം പകുതിയോളം സീറ്റുകളിലെ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി ജയപ്രതീക്ഷ പങ്കുവച്ചത്. NDA പോലെ ശക്തമായ ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കാൻ ജനങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. രാജ്യത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ ഉഷ്ണതരംഗം ഉണ്ടായിട്ട് പോലും വൻതോതിൽ വോട്ടർമാർ സമ്മതിദാന അവകാശം വിനിയോഗിക്കുമെന്നുമാണ് നരേന്ദ്രമോദി ഓരോ ഘട്ടങ്ങളിലും പറഞ്ഞത്. NDA 400 സീറ്റുകൾ നേടില്ലെന്ന കോൺഗ്രസിന്റെ പ്രസ്താവനയോട് പ്രതികരിച്ച അദ്ദേഹം ശക്തമായ ഭാഷയിൽ അവരെ വിമർശിക്കുകയുമുണ്ടായി. രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് മാറി നിൽക്കുന്നതും സോണിയാഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ നിന്ന് വിട്ടുനിന്ന് രാജ്യസഭയിലേക്ക് വന്നതുമൊക്കെയാണ് മോദി കോൺഗ്രസിനെ വിമർശിക്കാൻ കൂട്ടുപിടിച്ച കാര്യങ്ങൾ. കൂടാതെ കോൺഗ്രസ് നേതാക്കൾക്ക് അവരുടെ കുടുംബത്തെ സേവിക്കാനാണ് താല്പര്യമെന്നും രാജ്യത്തെയല്ലെന്നും മോദി വിമർശിക്കുകയുണ്ടായി. ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് രാജ്യം ഏറ്റവും വലിയ പണപ്പെരുപ്പം നേരിട്ടതെന്നും മോദി ആരോപിച്ചിരുന്നു. അതേസമയം ഉത്തർപ്രദേശിലെ കോൺഗ്രസിന്റെ ഏക സിറ്റിംഗ് മണ്ഡലമായ റായ്ബറേലിയിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ മുൻ മണ്ഡലമായ അമേഠിയിലും ഇന്നു തന്നെയാണ് വിധിയെഴുത്ത്. ഈ 2 മണ്ഡലങ്ങളും ഉൾപ്പെടെ 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 49 സീറ്റുകളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. ആകെ 695 സ്ഥാനാർത്ഥികളാണ് 5ാം ഘട്ടത്തിലുള്ളത്. ബീഹാറിൽ 5ഉം ജമ്മു കശ്മീരിൽ 1ഉം ജാർഖണ്ഡ് 3, ലഡാക്ക് 1, മഹാരാഷ്ട്ര 13, ഒഡീഷ 5, ഉത്തർപ്രദേശ് 14, പശ്ചിമബംഗാൾ 7 എന്നിങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾ.